നമ്മളിപ്പോൾ നിൽക്കുന്ന ചെമ്പൂർ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്. നമ്മൾ കഴിഞ്ഞ വർഷവും ഇവിടെ എത്തിയിരുന്നു. വളരെ ഗംഭീരമായ എക്സിബിഷനുകളാണ് ഈ സ്കൂളിൽ നടത്തുന്നത്. കാരണം വളരെയധികം ബുദ്ധിമുട്ടി അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയാണ് എല്ലാ എക്സിബിഷനുകളും ഇവിടെ സംഘടിപ്പിക്കാറുള്ളത്. നമുക്ക് എന്തായാലും ഇത് എങ്ങനെയാണിത് സംഘടിപ്പിക്കുന്നത്, ഇതിൻ്റെ പുറകിലുള്ള അധ്വാനത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. എന്താണ് നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങനൊരു എക്സിബിഷൻ എല്ലാ തവണയും വളരെ വിപുലമായ രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികളുടെ ശാസ്ത്രീയമായ അവബോധം വളർത്തിയെടുക്കുക, പിന്നെ അവരുടെ മനസ്സിലുള്ള അവരുടെ ബുദ്ധിയിലുള്ള ശാസ്ത്രീയമായ ചിന്താഗതികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിതിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. ഈ സ്കൂളിൽ കഴിഞ്ഞ വർഷവും അതിന് മുമ്പിലത്തെ വർഷവും ഈ വർഷമൊക്കെ ഒത്തിരി കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ കുട്ടികളും തന്നെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും രീതിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് നല്ല പരിശീലനം നമ്മുടെ അധ്യാപകർ നൽകുന്നുണ്ട്, പ്രൊമോഷൻ നൽകുന്നുണ്ട്. അവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പേരൻസിനെ വിളിച്ച് സംസാരിക്കുന്നു, ആ കുട്ടികളോട് തന്നെ അത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യവും ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ISROയിൽ നിന്ന് സ്പേസ് ഓൺ വീൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വളരെ ഒരു നല്ല കാര്യമായിട്ട് കാണുന്നുണ്ട്. അതിനുള്ള ആഭിമുഖ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ മാർ എഫ്രൈം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ഒരു ടീം എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കൊണ്ടുവന്നിട്ടുള്ള മെഷീനറീസാണ് ഇവിടെ നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സമീപവാസി തന്നെ സുലൈമാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ആൻറ്റിക്കിൻ്റെ കളക്ഷൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേരുന്നവർക്കും ഈ സ്കൂളിലെ കുട്ടികൾക്കുമെല്ലാം വളരെ നല്ലൊരു അനുഭവമായിരിക്കുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ വർഷം താങ്കൾ തന്നെ കൊണ്ടുവന്ന നാണയങ്ങളുടെ ഒരു വലിയ ശേഖരം ഉണ്ടായിരുന്നു. അതിത്തവണ എക്സിബിഷനിലുണ്ടോ? അതുകൊണ്ട് നാണയം, കറൻസി, പിന്നെ സ്റ്റാമ്പ് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് അതിനൊക്കെ ഒരു എഫർട്ട് ഉണ്ടാവുമല്ലോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സജ്ജീകരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ എഫർട്ട് അല്ലേ? പ്രത്യേകിച്ച് സ്റ്റാമ്പ് പറക്കി വെച്ച് എടുക്കുന്നതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. അത് 1-2 ആഴ്ച പലരും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം വളരെ വിപുലമായ ഒരു സജ്ജീകരണമാണ് നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്കത് എന്തൊക്കെയാണെന്ന് കാണാം. വളരെ സന്തോഷമുണ്ട് ഈ സ്കൂളിൽ വരുവാനും നിങ്ങളെല്ലാവരെയും കാണുവാനും 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുവാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സ്കൂളിലെ എല്ലാവരോടും എക്സൈസ് വകുപ്പിനുള്ള നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദി നിർത്തുന്നത്. കാരണം സാധാരണ സ്കൂളുകളിൽ ഒരു സയൻസ് എക്സിബിഷൻ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇനാഗുറൽ ചടങ്ങ് ഞാൻ കണ്ടിട്ടില്ല. വളരെ മനോഹരമായി ഒരു ഡയസ് ഒരുക്കി അവിടെ വിളക്ക് തെളിയിച്ച് ഈ ഒരു വേദി സജ്ജീകരിച്ച ഈ സ്കൂളിലെ പ്രിൻസിപ്പലിനും ഫാദറിനും ഇവിടുത്തെ അധ്യാപകർക്കും കുട്ടികൾക്കും പ്രത്യേകം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂൾ ചെമ്പൂർ 2K 2025
എന്ന പേരിൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുക. ഈ എക്സിബിഷനിൽ നമ്മുടെ കുട്ടികളുടെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ചെയ്യുന്നതോടൊപ്പം സ്പേസ് ഓൺ വീൽ ഈ പ്രദേശത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവമായി മാറിയിരിക്കുകയാണ്. അതുപോലെയാണ് മാർ എഫ്രൈം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സ്റ്റാളും വളരെ പ്രത്യേകതയാർന്ന സ്റ്റാളും. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഡെപ്യൂട്ടി കമ്മീഷണർ എക്സൈസ് തിരുവനന്തപുരം ഷിബു പി എൽ എന്ന് പറയുന്ന അദ്ദേഹം രാവിലെ ഇവിടെ എത്തുകയും നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. വിവിധങ്ങളായ പ്രോഗ്രാമുകൾ വിവിധ സ്റ്റാളുകളിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികൾ പ്രസൻറ്റ് ചെയ്യുന്ന വിവിധങ്ങളായ കളക്ഷൻസ് ഉണ്ട്, വർക്കിംഗ് മോഡലുണ്ട്, ആൻറ്റിക്കുകളുണ്ട്, സ്റ്റാമ്പ് കളക്ഷൻസ് ഉണ്ട്, വർക്കിംഗ് മോഡൽസ് ഉണ്ട്. അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനം. ഇതെല്ലാം നമ്മുടെ കുട്ടികൾ ഈ കാണികൾക്കായി മറ്റുള്ളവർക്കായി ഒരുക്കിയിരിക്കും. നമ്മുടെ ഒരു വില്ലേജ് സ്കൂളിൽ ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു എക്സിബിഷൻ എല്ലാ വർഷവും നടത്തി വരുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ISROയിലുള്ള അവിടുത്തെ പ്രോജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ആർട്സ് ആൻഡ് ക്രാഫ്റ്റുകളും അതുപോലെ തന്നെ വർക്കിംഗ് മോഡലുകളും അതുപോലെ തന്നെ നമ്മുടെ കോയിൻ കളക്ഷൻ ഒരുപാട് വർഷത്തെ 100-150 വർഷത്തെ പഴക്കമുള്ള രാജഭരണകാലത്തുള്ള കോയിൻ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ലെവലിലുള്ള ഒരു എക്സിബിഷനാണ്. എക്സിബിഷൻ മേളകളുടെ സ്ഥിരം കാഴ്ചയായി മാറുകയാണ് കാട്ടാക്കട സ്വദേശി സുലൈമാൻ. സുലൈമാൻ്റെ കയ്യിലുള്ള കളക്ഷനുകൾ അതിഗംഭീരമാണ്. വളരെ ബൃഹത്തായ കോടികൾ വിലമതിക്കുന്ന കളക്ഷനാണ് സുലൈമാനുള്ളത്. സുലൈമാനും കുടുംബവും ഇപ്പോൾ ചെമ്പൂർ സെൻറ്റ് ജോസഫ് സ്കൂളിലെ എക്സിബിഷനിലുണ്ട്. നമുക്ക് എന്താണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അവരോട് നേരിട്ട് തന്നെ ചോദിക്കാം. കാട്ടാക്കട വിശ്വവിദ്യ സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ എക്സിബിഷൻ എന്ന് പറയുന്ന സംഗതി വെച്ചത്. കാട്ടാക്കടയിലെ എൻ്റെ മക്കൾ വിശ്വവിദ്യ സ്കൂളിൽ പഠിക്കുകയാണ്. റഫ്ന ഫാത്തിമ എന്നും സഫ്ന ഫാത്തിമ. അങ്ങനെ ആ സ്കൂളിൽ വെച്ച് ഈ പുരാവസ്തുക്കൾ കണ്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത് ചെമ്പൂർ ഈ സ്കൂളിലേക്ക് ഫാദർ വിളിക്കുകയും അവിടെ വയ്ക്കുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ വെച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്കൂളിൽ വയ്ക്കാനുള്ള പെർമിഷൻ കിട്ടി ഞങ്ങൾ വയ്ക്കുന്നത്. ഇതിൽ പഴയ കാലത്തെ കോയിൻസുകൾ, പഴയ കാലത്തെ പട്ടയങ്ങൾ, പത്രങ്ങൾ, നമ്മൾ വെള്ളി കോയിൻസുകൾ, അങ്ങനെ ഇനി കോടികൾ വില മതിക്കുന്ന കോയിൻസുകൾ, ഇതിന് വില മതിക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ള അത്ര രീതിയിലുള്ള കളക്ഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണ് ഈ സ്കൂളിൽ ഞങ്ങളെ വിളിക്കുകയും ഈ സ്കൂളിൽ പുരാവസ്തുവും കോയിൻസും ഞങ്ങൾ ഫുള്ളായിട്ട് കളക്ഷനുണ്ട്. ആ കളക്ഷൻ കാണാൻ ഈ കൊച്ചുങ്ങൾ പുതു തലമുറയ്ക്ക് കാണാൻ വേണ്ടി ഇതെന്താണെന്ന് അറിയാനും വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവച്ചത്. ഇന്നത്തെ തലമുറയ്ക്ക് അന്യം നിന്ന് പോയ ഒരുപാട് ആൻറ്റിക്സ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് നമുക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഹസ്ബൻഡ് ഓരോ ഐറ്റംസായിട്ട് കളക്ട് ചെയ്ത് വെച്ച് നമ്മൾ ഇത്രയും ഐറ്റംസ് ആക്കിയതാണ്.
അപ്പം ഞങ്ങൾക്ക് ഈ ഒരു സ്കൂളിൽ ഇത് വെക്കാനായിട്ട് അവസരം തന്ന ഈ സ്കൂളിനും മാനേജ്മെൻറ്റിനോടും ഒത്തിരി നന്ദി പറയുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മാർ എഫ്രൈം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്ന കുറേ മോഡൽസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് അവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് അവരുടെ തന്നെ പരിശീലകരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സർ. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. നിങ്ങൾ എൻ്റെ കോളേജ് മാർത്താണ്ഡം കോളേജാണ്? മാർത്താണ്ഡം മാർ എഫ്രൈം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി which is run by the Malankara Catholic Diocese of Marthandam. எந்த மாதிரி மாடல்ஸ் இந்த இடத்துல வந்திருக்கு? Sir, all are the projects done by our own college students. This is actually airboat. Okay. What is the difference between the normal boat and this is actually it is the propeller is working in the air, not in the water. Okay. So in some special cases we can use this for use this in some applications. This is a new kinds of discovery? No, it is already there. We demonstrated that thing. Okay, okay. The another one, the drones, the new models drones. Yes, all are assembled by our college. Sir. Oh. Actually, we have a very good drone technology team in our college. Our students are well equipped in this technology. We are giving beautiful training to that students. I think very expert students in this college. Yes, yes, sir. Yes, sir. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ മിടുക്കരായ കുട്ടികളാണ് ഈ കോളേജിൽ പഠിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കിയിരിക്കുന്ന മോഡൽസും അത്ര ഗംഭീരമാണ്.